ചായ നമ്മൾ ഏറ്റവും അടുപ്പമുള്ളവരെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരു ചായ കുടിക്കാൻ പോയാലോ എന്ന്. ഇനി നമ്മൾ ടെൻഷൻ വന്നാലോ അപ്പോൾ ചിന്തിക്കും ഒരു ചായ കുടിക്കാം, അപ്പോൾ ടെൻഷൻ മാറും. അതായത് ചായ എന്ന് പറയുന്ന ഐറ്റത്തിന് പല 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 മാനങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ചായ കുടിയിൽ തന്നെ ഇങ്ങനൊരു ആംബിയൻസ്, എന്തൊരു ആംബിയൻസ് അല്ലേ. ഈ പപ്പടവടയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. രാവിലെ പപ്പടവട, ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഐറ്റങ്ങൾ മാറി മാറി വരും. ചില മോദകവും സുഗിയൻ, അങ്ങനെ കുറേ ഐറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടാവും. പപ്പടവട, പിന്നെ അരിയുണ്ട. അതായത് പിറകോട്ട് ചെന്നാൽ അടുക്കളയിൽ ഞങ്ങൾ ചെന്ന് പുറത്ത് ചെന്നാൽ നല്ല രസം വയൽ കാണാൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ എന്തൊരു കൂളിങ് അറിയാം അകത്തെ വീട്. ചെറിയ ഓടിട്ട വീടായതുകൊണ്ട് നല്ല തണുപ്പും. എന്തൊരു രസമല്ലേ. നമ്മൾ വന്നതേ അസ്ഥാനത്തായിപ്പോയി. കാരണം പച്ചപ്പുള്ള സമയമാണെങ്കിൽ എന്തൊരു ഫീലായിരിക്കും ഇങ്ങനെ കാണാൻ. ഞാൻ മിക്കവാറും ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇവിടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് തൃശ്ശൂരിൽ 10 കിലോമീറ്റർ ഉണ്ടാവുമോ? വലിയ ചേനം. ഇത് ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആട്ടോ. ശിവരാമന്റെ ചായക്കട അടിച്ചാൽ കിട്ടും. നമുക്ക് ചായയും കടിയും മാത്രം, അല്ലെങ്കിൽ ദോശ അങ്ങനെ. പപ്പടം അമ്മ ഉണ്ടാക്കുന്ന നല്ല പപ്പടമാണ്. ഞങ്ങൾ ഗംഭീരം. അമ്മ ഉണ്ടാക്കുന്ന വീട്ടിൽ നല്ല ഇവിടെ ഉണ്ടാക്കും. വീട്ടിൽ ഞങ്ങളല്ല, ഞാനും ചേട്ടനും അങ്ങോട്ട് പോരും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ട് കയറി പോകും. വീടായിട്ടൊരു ബന്ധമില്ല. വൈകുന്നേരം ആകുമ്പോൾ കയറി പോകും. ഇവിടെ വന്ന് പിറകൂടി വന്ന് വിത്തെടുത്ത് അടുത്ത പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചോദിച്ചോട്ടെ, എങ്ങോട്ട് പോണേ? ഞങ്ങള് ഇത്തിരി കൃഷിയൊക്കെ പണിയുണ്ടല്ലോ. ആണോ, കൃഷിപ്പണി ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന ആവശ്യം കാണാൻ പറ്റില്ല എന്നുള്ളത്. എങ്ങനെ തോന്നാൻ കാരണം ചായക്കട ഒരു ഫീൽ ഒരു അതിപ്പോ ചെറുപ്പത്തിലെ 10-18 വയസ്സിലൊന്ന് ഉലകം ചുറ്റും വലുവിനായിട്ടൊന്ന് കറങ്ങി. പിന്നെ വന്നപ്പോ തോന്നി ശരിയല്ലാന്ന്, ജീവിക്കണ്ടേ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ശരിയല്ല മനസ്സിലായി. ചായക്കട തുടങ്ങി. അങ്ങനെ ഒരു ചായക്കട വെച്ചോ. തുടങ്ങുമ്പോ ഷെഡ് പോലെ തുടങ്ങി, തുടങ്ങി. അത് വെള്ളത്തിലാണ്. വർഷകാലം ആകുമ്പോ അത് ഇടിഞ്ഞു വീഴും. പിന്നെ ഞാൻ അടുത്ത സ്റ്റേഷനിലേക്ക് 3 മാസം കഴിയുമ്പോൾ വീണ്ടും അത് പൊക്കും. അത് അമ്മ പറഞ്ഞൂടെ എല്ലാ കൊല്ലം വെള്ളം കയറും. ആ 3 ദിവസം അടച്ചിടൂല്ലേ? ഇത് കണ്ട സന്തോഷം കാണണം. പിന്നെ അല്ല കാണണം. ഒന്നുമില്ല, രാവിലെ ദോശ, കടലക്കറി, പിന്നെ അതുപോലെ തന്നെ സാമ്പാർ, ചമ്മന്തി, പിന്നെ അപ്പം ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അമ്മ സ്നാക്സ് ഉണ്ടാക്കുക. ഈ പപ്പടം ഗംഭീരം പപ്പടോട. ഈ റീൽസിൽ വൈറലായിട്ടാണ് സുരേഷ് ഗോപി അടക്കം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആ സമയത്താണ് വന്നത് ഇവിടെ. അന്ന് 1.5-2 മണിക്കൂറൂടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല. കാരണം കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, അതൊക്കെ രസമല്ലേ. അപ്പോൾ എന്തായാലും വല്ല ഞാനെന്തായാലും വിട്ടേക്കും. അടുത്ത സ്ഥലത്ത് വീണ്ടും സന്ധിക്കാം. പോകട്ടെ. ഓക്കെ, ബൈ.